തീരും കയ്യും പീഡിച്ചീരും പേരുമായങ്ങെഴുന്നള്ളി തീരും കയ്യും പീഡിച്ചീരും പേരുമായങ്ങെഴുന്നള്ളി തീരും കയ്യും പീഡിച്ചീരും പേരുമായങ്ങെഴുന്നള്ളി. നമസ്കാരം. സ്കൂൾ കലോത്സവത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡന്റ് ആണ്. ആ പെൺകുട്ടിയുടെ കൈ മുറിഞ്ഞത് കുപ്പിവള കൊണ്ടു കയറിയിട്ടാണ്. കാരണം കൈ തട്ടുമ്പോൾ ഉറപ്പായിട്ട് കുപ്പിവള പൊട്ടും. അങ്ങനെ കുപ്പിവള കൊണ്ടു കയറി മുറിയുന്നതാണ്. നമ്മുടെ ഈ ഭാഗമൊക്കെ മുറിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോര വരും. അതിന്റെ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എത്രത്തോളം ചോര വാർന്നൊലിക്കുന്നുണ്ടെന്ന്. പക്ഷേ ആ സാഹചര്യത്തിലും പതറാതെ നിന്ന ആ കുട്ടിയെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോകും. നമ്മൾ പ്രോത്സാഹിപ്പിക്കും. എത്ര ധൈര്യത്തോടു കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. വിൽ പവർ സമ്മതിച്ചിരിക്കുന്നു, പതറാതെ നിന്ന് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അഭിനന്ദിക്കും. പക്ഷേ ഇത്തരത്തിൽ ജീവന് തന്നെ അപകടമായേക്കാവുന്ന രീതിയിലുള്ള കളികളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവുന്നതാണോ? ഒരിക്കലുമല്ല. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ കലോത്സവങ്ങളൊക്കെ തന്നെ കഴിവും ഒക്കെ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി എന്ന ലെവലിൽ നിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൗഹൃദപരമായിട്ടുള്ളൊരു മത്സരം എന്ന രീതിയിൽ നിന്ന് മത്സരബുദ്ധി ഇപ്പൊ വല്ലാത്ത എക്സ്ട്രീം ലെവലിലേക്ക് മാറുകയാണ്. ഇപ്പൊ സ്കൂളുകൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ മത്സരം. പേരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്, അടിയാണ്, വഴക്കാണ്. എൻ്റെ കുട്ടിയാണ് മികച്ചത്, എൻ്റെ കുട്ടിയാണ് മികച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയാണ് മാതാപിതാക്കൾ കാണിക്കാറുള്ളത്. സ്കൂളുകളോ എത്രയും പെട്ടെന്ന് മാക്സിമം പോയിന്റ് സ്കോർ ചെയ്ത് ഒന്നാമതെത്താനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് സ്കൂളുകൾ. അപ്പൊ അതിനിടയിൽ കുട്ടികളുടെ ഇമോഷനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികാവസ്ഥയോ അവരുടെ ഹെൽത്തിനെ കുറിച്ചോ ഒന്നും തന്നെ ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യുകയാണ് എന്നുള്ളൊരു തോട്ടല്ലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അത് നോക്കിയിരുന്ന കാണികൾ, ഇപ്പൊ കാണികൾക്കും ജഡ്ജസിനും ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് പരിമിതികളുണ്ട്. കാരണം ജഡ്ജസ് അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയം ഉണ്ടാവും. കാരണം ജഡ്ജസ് ഇടപെട്ട് അത് നിർത്തിച്ചു. കാരണം ജഡ്ജസ് ആണ് മാർക്കിടുന്നത്. പക്ഷെ ഇവിടെ ഇടപെടാൻ പറ്റുന്ന ആൾക്കാരാണ് ആ സ്കൂളിലുള്ള അധ്യാപകർ. ആ പെൺകുട്ടിയുടെ അധ്യാപകർ ഉറപ്പായിട്ടും കൂടെ ഉണ്ടായിരിക്കും. അധ്യാപകർക്ക് ഇടപെടാം, മതി ഈ ഒരു കളി വേണ്ട, നിർത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഇടപെടാം. പക്ഷെ കണ്ടു നിന്ന് കൈയടിക്കുകയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ? ഇപ്പൊ ആ പെൺകുട്ടിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാലോ മിക്കപ്പോഴും അവർ അറിയാറില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ഇഴകി ചേർന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വെളിയിലേക്ക് വരുമ്പോഴായിരിക്കും ഇവർ അറിയുന്നത് അവരുടെ ശരീരം മുറിഞ്ഞിട്ടുണ്ട്, കാലിലൊക്കെ എന്തെങ്കിലും കൊണ്ടു കയറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമായിരിക്കും അവർ അറിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാം അത്രയും എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് കുറേ ദിവസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് അത്രയും ഹാർഡ് വർക്കോട് കൂടിയിട്ടാണ് ഓരോ മത്സരത്തിലും പങ്കെടുക്കുന്നത്. ക്ലാസ് പോയി, അതുകൂടാതെ തന്നെ പൈസ. സ്കൂൾ കലോത്സവത്തിനൊക്കെ എന്തോരം പണച്ചെലവാണ്. വീട്ടുകാരുടെ നിന്നൊക്കെ കഴുത്തറത്താണ് വാങ്ങിക്കുന്നത് പൈസ. ഇപ്പം നൃത്ത മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ പൈസ ചെലവാകുന്ന അതിനാണ്. അപ്പൊ അത്രയും പൈസ മുടക്കിയാണ് തങ്ങൾ അവിടേക്ക് വരുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടിയിട്ടാണ് ആ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ കളിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അവർക്ക് വയ്യ എങ്കിൽ പോലും അവരവിടെ നിന്ന് കളിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അവരായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരില്ല. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും കുട്ടികളെ സ്റ്റേജിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കുട്ടിയുടെ കൈ മുറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ തല കറങ്ങി വീണാൽ പോലും നോക്കണ്ട, നിങ്ങൾ കളിച്ചോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു സംഭവം കുത്തി നിറച്ചിട്ടാണ് കുട്ടികളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ? ഇനിയിപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവം വരുവാണ്. ആ സ്കൂൾ കലോത്സവം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെക്കാട്ടിൽ കൂടുതലൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇതിപ്പോ ജില്ലാതല മത്സരമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുമ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി പൈസ ചെലവാക്കി ഭയങ്കര ഒരു മത്സരമാണ്. അപ്പൊ ഈ രീതിയിൽ ജീവൻ പണയം വെച്ചിട്ടുള്ള ചോരക്കളികളൊന്നും കളിക്കാതിരിക്കുക. ഇവിടെ വേറൊരു കുഴപ്പവും കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ആൾക്കാരങ്ങ് ഗ്ലോറിഫൈ ചെയ്യും. ഇപ്പൊ ഇതിന് ഈ റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ എടുത്തിട്ടിട്ട് ആ കുട്ടിക്ക് അഭിനന്ദന പ്രവാഹമായിരിക്കും. എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യും. ഓ, ഇതാണ് വിൽ പവർ എന്ന് പറഞ്ഞ്. അപ്പം ഈ ഗ്ലോറിഫൈ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. കാരണം വേറെ ഏതെങ്കിലും ഒരു കുട്ടി ഇതുപോലെ സ്റ്റേജിലേക്ക് കയറുകയാണ്, ഇതുപോലെ ആ കുട്ടിയുടെ കൈ മുറിഞ്ഞു ചോര വാർന്നൊലിക്കുവാണ്, ആ കുട്ടിക്ക് വയ്യാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്മാറാനൊരു അവസരമുണ്ട്. പക്ഷെ ആ പിന്മാറാതെ നിന്ന് ആ കുട്ടി അവിടെ കളിക്കും. കാരണം അവളുടെ മനസ്സിൽ കിടക്കുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ആ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആ ആൺകുട്ടികൾക്കും ഒക്കെ തന്നെ അവിടെ നിന്ന് കളിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തത്തില്ലേ, ഞാൻ കാരണമാണ് മാറിയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തില്ലേ എന്ന് വിചാരിച്ച് ഈ ഗ്ലോറിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കളിക്കും.
അങ്ങനെ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ? ശരിയാണ്, ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുക, മത്സരത്തിൽ പങ്കെടുക്കുക, ഫസ്റ്റ് നേടുക എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് നേരത്തെ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മാത്രം ആയുസ്സുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവനുള്ള സന്തോഷം ഇല്ലാതെയാക്കണം. ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. ആ അധ്യാപകർക്ക് മാതൃകാപരമായിട്ട് ചെയ്യാമായിരുന്നു. ചെന്നിട്ട് പറയാ മത്സരം ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ കർട്ടൻ ഇടണം, കുട്ടിക്ക് വയ്യ, അത്രയും ചോര വാർന്നു പോവുകയാണ്. ഓരോ വ്യക്തികളുടെ ശരീരം എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. ചിലപ്പോൾ അത്രയും ചോര വാർന്നു പോയി കഴിഞ്ഞാൽ തല കറങ്ങി വീഴുന്ന പെൺകുട്ടികളുണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ ജഡ്ജസിനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്ക് ഇടപെടാം. പക്ഷെ ജഡ്ജസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതൊരു വേറൊരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ജഡ്ജസ് ആണ് മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജഡ്ജസ് ഇടപെട്ടിട്ട് ഈ മത്സരം നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും, കുറ്റപ്പെടുത്തും. അതായത് ആ കുട്ടി കളിക്കുമായിരുന്നു, പക്ഷെ നിങ്ങൾ നിർത്തിയത് കൊണ്ടല്ലേ മാർക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഒരു വഴക്ക് അവിടെ ഉണ്ടാകും. പക്ഷെ മാതാപിതാക്കളോ അധ്യാപകരോ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ ആ സംഭവം ഇവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇടപെടില്ല. മത്സരബുദ്ധിയാണല്ലോ. കുട്ടിയുടെ ജീവൻ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഫസ്റ്റ് വേണം. ഇങ്ങനെ നിന്ന് കളിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലോറിഫിക്കേഷൻ കിട്ടുമല്ലോ. ഓ, ആ സ്കൂളിലെ കുട്ടി കൈ മുറിഞ്ഞിട്ടും ഇങ്ങനെ നിന്ന് കളിച്ചു, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഭയങ്കര ധൈര്യമുള്ള പെൺകുട്ടിയാണ്. നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടല്ല നമ്മുടെ ധൈര്യം തെളിയിക്കേണ്ടത്. എല്ലാവരും കയറി വിടുന്നതാണ്. നിങ്ങൾക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും അവിടെ നിന്ന് കളിച്ചോണം. തല കറങ്ങിക്കഴിഞ്ഞാലോ, നിങ്ങൾക്ക് വയ്യെങ്കിലോ, ഛർദ്ദിക്കാൻ വരുന്നുണ്ടെങ്കിലോ, അസ്വസ്ഥതയുണ്ടെങ്കിലോ അവിടെ നിന്ന് കളിച്ചോണം. അതുകൂടാതെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. സ്കൂൾ കലോത്സവമാണ്. ഇത്തരത്തിൽ പല ഇൻസിഡന്റ് ഉണ്ട്. ഇങ്ങനെ കുപ്പിവള തട്ടി കൈ കൊണ്ട് കയറിയിട്ട് ചോര വരുന്ന പല ഇൻസിഡന്റ് ആയി. അപ്പൊ ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കാവുന്ന വസ്തുക്കൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള വസ്തുക്കളൊന്നും വേണ്ട. പക്ഷെ അതും പറ്റത്തില്ല. കൃത്യമായിട്ട് ഇതൊക്കെ തന്നെ ഇട്ടേ പറ്റത്തുള്ളൂ. കൈ കൂട്ടി മുട്ടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈ മുറിയും, അപകടം ഉണ്ടാകുന്നതാണ് കുപ്പിവള. അപ്പൊ കുപ്പിവള മാറ്റിയിട്ട് പകരം ഇപ്പൊ ചുമന്ന കളർ അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള വേറെ വളകളുണ്ട്, അതൊന്നും ഇടാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ഒപ്പന എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചു മുറുക്കിയൊക്കെയാണ് അവരുടെ ശരീരത്തിൽ ഓരോ സാധനങ്ങൾ കെട്ടിവെക്കുന്നത്. ചെറുതായിട്ടൊന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മാർക്ക് പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചില ഇളവുകളോ അയവോ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. അവിടെ കുപ്പിവള ഇട്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആ അപകടം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ അപകടം വരുന്ന സംഭവങ്ങളൊക്കെ കുട്ടികളുടെ ജീവനല്ലേ, മത്സരത്തിന് വേണ്ടി ജീവൻ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിപ്പോൾ ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവം വരുവാണ്. അപ്പൊ സ്കൂൾ കലോത്സവം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുറെ നിയമങ്ങൾ ഉണ്ടാകണം, പ്രോട്ടോകോൾ ഇറക്കണം. ഈ രീതിയിൽ ജീവന് അല്ലെങ്കിൽ ശരീരത്തിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കേണ്ട. അന്നേരം തന്നെ സംഭവത്തിന് പകുതി നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പകുതി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തോന്നടേ, ജീവനാണ് വലുത് എന്ന് മനസ്സിലാക്കുക. ഇത് ശരിക്കും പറഞ്ഞൊരു മത്സരബുദ്ധി കൊടുക്കുകയല്ല, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിലേക്ക് വേറൊരു നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങളിങ്ങനെ നിറച്ചു കൊടുത്തേക്കുന്നത്. ജീവൻ പോയി കഴിഞ്ഞാൽ നിന്ന് കളിച്ചോണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ കളിച്ചോണം. അതൊരു ശരിയായിട്ടുള്ളൊരു സംഭവമാണോ? ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമേ അല്ല, പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയേ അല്ല. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല.